അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് സംസാരിച്ച് ശുഭാംശു ശുക്ല. മൈക്രോ ഗ്രാവിറ്റിയുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ശുഭാംശു പറഞ്ഞു. നാളെയാണ് ആക്സിയം 4 ദൗത്യ സംഘം ഭൂമിയിലേക്ക് മടങ്ങുന്നത്. വിവരങ്ങളുമായി അജയ് സുധ ബിജു. അജയ്, ഇന്ത്യയുടെ ഉൾപ്പെടെ അഭിമാനം വാനോളം ഉയർത്തി ബഹിരാകാശത്ത് അത് സ്ഥാപിച്ചിട്ടാണ് ശുഭാംശുവിൻ്റെ മടക്കം. ഇപ്പോൾ ഈ അവസാനം ഇത്രയും ദിവസം അവിടെ ഉണ്ടായിരുന്നു. ഈ പരീക്ഷണങ്ങളെക്കുറിച്ച് ശുഭാംശു ശുക്ല എന്താണ് ഭൂമിയിൽ ഉള്ളവരുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത്? എങ്ങനെയാണ് മടക്കയാത്ര സജ്ജീകരിച്ചിരിക്കുന്നത്? ശുഭാംശു ഇന്നലെ രാത്രിയാണ് ഭൂമിയിലെ പ്രധാന നിലയത്തിലേക്ക്, ആക്സിയം സ്പേസിൻ്റെ പ്രധാന നിലയത്തിലേക്ക് സംസാരിച്ചത്. അവിടെ ആക്സിയം 4ൻ്റെ ചീഫ് സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ലൂസി ലോയായിട്ടാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. പെഗി വിറ്റ്സൺ ആണ് ആദ്യം ഈ ദൗത്യ സംഘത്തിൻ്റെ പ്രധാനമായിട്ടുള്ള പരീക്ഷണങ്ങൾ, ഇവരുടെ ദൗത്യത്തിൻ്റെ ഉദ്ദേശം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ പുരോഗതിയെല്ലാം ആദ്യം വിവരിച്ചത് പെഗി വിറ്റ്സൺ ആണ്. തുടർന്ന് രണ്ടാമത് സംസാരിച്ചത് ശുഭാംശു ശുക്ലയാണ്. അദ്ദേഹം ഇന്ത്യയുടെ ഒരു ദൗത്യങ്ങൾ അതെല്ലാം വിശദമായി തന്നെ ഗ്രൗണ്ട് സ്റ്റാഫ്സിനോട് വിവരങ്ങളെല്ലാം പങ്കുവച്ചു. രാജ്യത്തെ പ്രതിനിധീകരിച്ച് ഇത്രയും ദിവസം ഇവിടെ തങ്ങാനായത് വലിയ നേട്ടമാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇന്നലെ മാത്രമല്ല, അദ്ദേഹം ഇതിനു മുൻപേ ഉള്ള ദിവസങ്ങളിൽ ഹാം റേഡിയോ വഴി ISROയുമായി ബന്ധപ്പെട്ടിരുന്നു. ഈ മിഷന്റെ പുരോഗതി എല്ലാം ചർച്ച ചെയ്യുകയുണ്ടായി. അതുമാത്രമല്ല, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരുന്നു. പിന്നെ മേഘാലയ, അതുപോലെ തന്നെ അരുണാചൽ പ്രദേശ് തുടങ്ങിയിട്ടുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ചില തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളുമായി, സ്പേസ് വിദ്യാർത്ഥികളുമായി ഇദ്ദേഹം സംസാരിക്കുകയുണ്ടായിരുന്നു. ഇന്നലത്തെ സംസാരത്തിൽ ഈ പരീക്ഷണങ്ങളുടെ അവസാന ഘട്ടം, ആ ഒരു വിവരങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത്. അദ്ദേഹം മൈക്രോ ഗ്രാവിറ്റിയിൽ നടത്തുന്ന പരീക്ഷണങ്ങൾ, പ്രധാനമായിട്ടും വിത്തുകൾ മുളപ്പിക്കുന്ന പരീക്ഷണങ്ങൾ, ബഹിരാകാശത്ത് വിത്തുകൾ മുളപ്പിക്കുന്ന പരീക്ഷണങ്ങൾ, അത് നിർണായക തന്നെയായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് ബഹിരാകാശത്ത് ഈ സീറോ ഗ്രാവിറ്റിയിൽ വിത്തുകൾ മുളപ്പിച്ച ശേഷം അത് സുരക്ഷിതമായി ഭൂമിയിലേക്ക് എത്തിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. തുടർന്ന് ഭൂമിയിൽ അതിന് ബാക്കിയുള്ള വളർച്ച, അതിൻ്റെ ഭൂമിയിലുള്ള വളർച്ച നിരീക്ഷിക്കും. അതായത് ബഹിരാകാശത്ത് വെച്ച് മുളപ്പിച്ച ഒരു വിത്തിൻ്റെ ഭൂമിയിലെ ഒരു വളർച്ച, അതിൻ്റെ ഘട്ടങ്ങൾ തുടങ്ങിയിട്ടുള്ളവ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരീക്ഷണം നടത്തുന്നത്. രണ്ടാമത്തെ പരീക്ഷണം എന്ന് പറയുന്നത് എല്ലുകളുടെ, അതുപോലെ മസിൽസിൻ്റെ മാറ്റമാണ്. സീറോ ഗ്രാവിറ്റിയിൽ മനുഷ്യൻ്റെ എല്ലുകൾക്ക് എന്ത് സംഭവിക്കുന്നു, മസിൽസിന് എന്ത് സംഭവിക്കുന്നു, അത് കൂടുതൽ സമയം അവിടെ നിലനിൽക്കുകയാണെങ്കിൽ എന്ത് മാറ്റങ്ങളാണ് വരുന്നത്, മാത്രമല്ല റേഡിയേഷൻ എക്സ്പോഷർ ഉണ്ടാകുമ്പോൾ എന്ത് മാറ്റങ്ങളാണ് സ്കിന്നിൽ ഉണ്ടാകുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം നിരീക്ഷിച്ചത്. ഇത് കൂടുതൽ സമയം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഉണ്ടാക്കുമ്പോൾ ബഹിരാകാശ നിലയത്തിലെത്തുന്ന ശാസ്ത്രജ്ഞർക്ക് മാത്രമല്ല, ഭൂമിയിൽ എല്ലുകളെ സംബന്ധിച്ചും അതുപോലെ തന്നെ മസിൽസിനെ സംബന്ധിച്ച രോഗങ്ങൾക്കുള്ള മരുന്നുകൾ വികസിപ്പിക്കാനും ഇത്തരം പരീക്ഷണം വിജയകരമാകുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു കമ്പ്യൂട്ടർ സ്ക്രീൻ ഡിസ്പ്ലേയിലേക്ക് നോക്കുമ്പോൾ കണ്ണുകളുടെ ചലനം, കണ്ണുകൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, അത് സ്പേസിൽ വെച്ച് കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പ്രധാനമായിട്ടും വീക്ഷിച്ചിരുന്നു. ഇത് ബഹിരാകാശത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന കമ്പ്യൂട്ടർ, അതിൻ്റെ സ്ക്രീൻ ഡിസൈൻ, ഇതെല്ലാം സ്വന്തമായി വികസിപ്പിക്കാൻ വേണ്ടി ഇന്ത്യയെ പ്രാപ്തമാക്കുക എന്നുള്ളതായിരുന്നു ഈ ഒരു ദൗത്യത്തിന്റെ വളരെ വളരെ പ്രധാനപ്പെട്ട പരീക്ഷണങ്ങളിലേക്കാണ് ശുഭാംശു കടന്നിട്ടുള്ളത്. അത് ഈ ഒരു ദൗത്യത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഭാവിയിൽ ഗഗൻയാൻ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങൾ വരുമ്പോൾ അതിലേക്ക് സുപ്രധാന വെളിച്ചം വീശുന്ന പരീക്ഷണങ്ങളുമായാണ് ശുഭാംശു ശുക്ല ബഹിരാകാശത്ത്, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിഞ്ഞത്. നാളെ ആക്സിയം 4 ദൗത്യം അവസാനിപ്പിച്ച് മടങ്ങി വരികയാണ്. മറ്റു വാർത്തകൾ